ഇന്നത്തെ ചാൻസ് എനിക്ക് തരുമോ? അസ്അലുക ബില്ലാഹി യാ അബൂബക്കർ തറക്തനീ. ഓ അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, അല്ലയോ സിദ്ദീഖുൽ അക്ബറേ, ഹബീബായ മുത്തുനബി തങ്ങളുടെ മുഖകമലത്തിൽ തറച്ച ഈ അമ്പിന്റെ ചീള് പറിച്ചെടുക്കാനല്ലേ നിങ്ങൾ ഓടി വരുന്നത്? ഇന്നത്തെ അവസരം എനിക്ക് തരുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വേറെ നിർവാഹമില്ല. കാരണം അല്ലാഹുവിനെ മുൻനിർത്തിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അസ്അലുക ബില്ലാഹ്, അല്ലാഹുവിനെ മുൻനിർത്തി ചോദിക്കുകയാണ്. ഇപ്പോൾ മുത്തുനബി തങ്ങൾക്ക് സേവനം ചെയ്യാൻ അവസരം എനിക്ക് തരുമോ? അതെ, നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖത്തോട് ചുണ്ടടുപ്പിച്ചു വെച്ച് മുൻപല്ലുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് തറച്ച അമ്പിന്റെ ചീള് വീണ്ടും എഴുന്നേൽക്കുകയാണ്. ഹബീബായ മുത്തൊളി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് ഇനി ഒരു ചീളുകൂടി ബാക്കിയുണ്ട്, ഒരു പാർട്ട് കൂടി ബാക്കിയുണ്ട്. ثم أخذ الحلقة الأخرى بثنيته الأخرى فسقطت. മഹാനവറുകൾ അടുത്ത മുൻപല്ലുകൊണ്ട് മുത്തുനബി തങ്ങളുടെ മുഖത്ത് തറച്ചത് കടിച്ചു പിടിച്ച് പിന്നോട്ട് വലിക്കുമ്പോൾ അടുത്ത പല്ലും അടർന്നു വീഴുകയാണ്. ഫകാന അസ്റമാ, മഹാനവറുകളെ മുൻപല്ലില്ലാത്ത ആളായി ജീവിക്കുകയാണ്. കാരണം എന്തേ? എനിക്കെന്റെ പല്ലിനെക്കാളും എന്റെ ജീവനെക്കാളും എല്ലാം മഹബ്ബത്താരോടാണ്. സയ്യിദുൽ കായിനാത്ത്, റൂഹുൽ വജൂദ്, വഐനുർ റഹ്മത്തി വറഅഫാ, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. അബൂ ഉബൈദ തങ്ങളുടെ സ്നേഹം നമുക്ക് നൽകുന്ന പാഠമെന്താണ്? എന്റെ പ്രിയമുള്ള യുവാവേ, സ്വലാത്ത് ചൊല്ലിക്കോ മോനെ. പാതിരാവിന്റെ പഴുതിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ഹബീബായ തങ്ങളുടെ മദീന ഓർത്ത് കിടക്കുമ്പോൾ നമുക്ക് കാണാമല്ലോ, അക്ഹലുൽ ലൈലൈൻ അസജ്ജുൽ ഹാജിബൈൻ സഹലുൽ ഖദ്ദൈൻ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്തുകൊണ്ട് സ്വലാത്തു ചൊല്ലിയിട്ട് അരമനയിൽ ഉറങ്ങുന്ന നേരം കൽബ് മദീനയിലാണ്, മദീനയുടെ രാജാവിന്റെ സന്നിധാനത്തിലാണ്. അതുകൊണ്ട് മോനെ, ഹബീബായ മുത്തൊളി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടുമ്പോൾ മുസാഫഹത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കൈ നമുക്കുണ്ടോ? അതാ താഹിറായ മുത്തുനബി തങ്ങളുടെ കാല് പിടിക്കാൻ പറ്റുന്ന കൈ നമുക്കുണ്ടോ? വൃത്തികേടുകൾ ചെയ്ത് മലിനമായി കൈകൊണ്ട് താഹിറായ മുത്തുനബി തങ്ങളെ തൊടാൻ അവകാശമുണ്ടോ? അതുകൊണ്ട് മോനെ, നമ്മുടെ കൈകൾ മലിനമാക്കണ്ട. വന്നുപോയ തെറ്റുകളിൽ ഖേദിച്ച് മടങ്ങിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുസാഫഹത്ത് ചെയ്തതിൽ പിന്നെ ശുചീകരണത്തിന്റെ സമയത്ത് പോലും ഔറത്ത് തൊടാൻ മടിച്ചിരുന്ന സ്വഹാബത്തില്ലേ? ആലോചിച്ചു നോക്കണേ. ആ
നിലക്ക് ആദരവുള്ള ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ ചുംബനം കൊടുക്കാൻ പറ്റുന്ന ചുണ്ടുണ്ടോ മോനെ? മുസാഫ ചെയ്യാൻ പറ്റുന്ന കരങ്ങളുണ്ടോ മോനെ? ആ ഹബീബായ മുത്തുനബി തങ്ങളെ കുടിയിരുത്താൻ പറ്റുന്ന ഒരു കൽബ് വേണ്ടേ? അന്യപെണ്ണിനെ പ്രണയിച്ച് തോന്നിവാസങ്ങളെ കുടിയിരുത്തിയിട്ട് ആ കൽബിലേക്ക് മദീനയുടെ രാജാവ് വരുമോ മോനെ? എന്തൊരാനന്ദമാണ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എന്തൊരു സൗന്ദര്യമാണ് ഹബീബുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇപ്പോൾ അതിലേക്കൊന്നും കടക്കാനുള്ള നേരമില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ കൊല്ലം പള്ളിമുക്കിൽ 15 കൊല്ലമായി, അള്ളാഹുവിന്റെ തൗഫീഖ് 13 കൊല്ലമായി. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്നേഹപ്രപഞ്ചം ഓരോ വർഷവും 7 ദിവസമാണ്. അങ്ങനെ ഒരു കൊല്ലം 14 15 മണിക്കൂറാണ്. അങ്ങനെ 13 കൊല്ലത്തെ 15 മണിക്കൂർ വീതമുള്ള പ്രസംഗം നിങ്ങൾക്ക് ഓൺലൈനിൽ ലഭ്യമാണ്. അതിൽ മുത്തുനബി തങ്ങളെ മാത്രം പറഞ്ഞ പ്രസംഗമാണ്. അവിടുത്തെ ഇരിപ്പെങ്ങനെ, നടപ്പെങ്ങനെ, കിടപ്പെങ്ങനെ, വിശ്രമമെങ്ങനെ, അവിടുത്തെ മുഖത്തിന്റെ സൗന്ദര്യമെങ്ങനെ, അവിടുത്തെ ഇരുപ്പിന്റെ ചന്തമെങ്ങനെ, അവിടുത്തെ ജീവിതത്തിന്റെ സൗരഭ്യമെങ്ങനെ, അവിടുത്തെ വിയർപ്പിന്റെ സുഗന്ധമെങ്ങനെ, അവിടുത്തെ പാതുകത്തിന്റെ പ്രാധാന്യമെങ്ങനെ, അവിടുത്തെ നേത്രങ്ങളുടെ മഹിമയെങ്ങനെ, അവിടുത്തെ കാതുകളുടെ ബഹുമാനമെങ്ങനെ, അവിടുത്തെ ആംഗ്യത്തിന്റെ ശോഭയെങ്ങനെ, അവിടുത്തെ ശബ്ദത്തിന്റെ മധുരമെങ്ങനെ, അവിടുത്തെ മൗനത്തിന്റെ വാചാലമെങ്ങനെ, ഇതെല്ലാം മാത്രം പറഞ്ഞതാ. അതിമാമീങ്ങൾ എഴുതി വെച്ചതാ. നമ്മളെടുത്ത് കുറച്ച് ഭാഗമൊന്ന് വായിച്ചതാ. ആ ഹബീബായ തങ്ങളെ ഒന്ന് കാണണ്ടേ മോനെ? മരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ മാടി വിളിക്കുന്നതാ. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവ് ഞങ്ങൾ ഉത്തർപ്രദേശിലെ സംഭലിൽ വെള്ളിയാഴ്ച പ്രകടനത്തിൽ പങ്കെടുത്ത 40 ദിവസം മുമ്പ് കൊല്ലപ്പെട്ട 2 സഹോദരന്മാരുടെ വീട്ടിലാണ് ഞങ്ങൾ കഴിഞ്ഞ വ്യാഴാഴ്ച പോയിരുന്നത്. ഇന്നലെ കല്ലൂര് സ്വലാത്ത്, നമ്മുടെ കില്ലൂര് സ്വലാത്തിന്റെ വയത് കഴിഞ്ഞിട്ട് ഇന്ന് ഉച്ചക്ക് ജുമഅക്ക് വേണ്ടി ഞങ്ങൾ പോയത് കൊടകിലെ കൊട്ടമുടി എന്ന് പറയുന്ന മഹല്ല് ജമാഅത്ത് പള്ളിയിലാ. ആ പള്ളിയുടെ അങ്കണത്തിൽ വിശ്രമിക്കുന്നുണ്ടേ മുഹമ്മദ് സജ്ജാദി എന്ന മുതഅല്ലിമ്. 40 ദിവസം മുമ്പ് മരണപ്പെട്ടു പോയ ചെറുപ്പക്കാരനാ. അതിന്റെ ചാരത്ത് വിശ്രമിക്കുന്നുണ്ട്. 3 കൊല്ലം തികയാനായി. 30ാമത്തെ വയസ്സിൽ മരിച്ചുപോയ റിയാസ് മൗലവിയുടെ ഖബർ എവിടെയാ? അതിന്റെ അപ്പുറത്ത് അബ്ദുള്ള എന്നൊരു ചെറുപ്പക്കാരന്റെ ഖബറുണ്ട്. ഇതുപോലെ എത്രയെത്ര യുവാക്കളാ മോനെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്, കൊല്ലപ്പെട്ടു പോയത്, ജീവിതത്തിന്റെ മധുരപ്രായത്തിൽ അടർന്നു വീണു പോയത്. ഞാനും നിങ്ങളും എപ്പോഴാ അള്ളാന്റെ വിളിക്ക് ഉത്തരം ചെയ്യേണ്ടതെന്നറിയില്ല. ആ സമയത്ത് നമ്മളെ മാറി വിളിക്കാൻ സ്വാദിഖുൽ മസ്ദൂഖായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായാൽ സ്വീകരിക്കാൻ കരളിന്റെ കാതലായ മുത്തൊളി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായാൽ മരണമൊരു വേദനയല്ല, മരണമൊരു ആനന്ദമാണ്, മരണമൊരു ആഘോഷമാണ്, മരണമൊരു തീർത്ഥാടനമാണ്, മരണമൊരു സന്തോഷമാണ്. അല്ലാഹ് ഞങ്ങളുടെ മരണം ഹബീബായ ഞങ്ങളുടെ കരളിന്റെ കാതലായ മുത്തുനബി തങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ട് മരിച്ച് അവിടുത്തെ ചാരത്തേക്ക് ചേരുന്ന മരണമാക്കണം അല്ലാഹ്. നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളുടെ മരണം മുത്തുനബി തങ്ങളുടെ ചാരത്തു ചെല്ലാൻ പറ്റുന്ന യാത്രയാക്കണം അല്ലാഹ്. ഇവിടെ വിശ്രമിക്കുന്ന ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ അന്ത്യം നീ ശോഭനമാക്കണം അല്ലാഹ്. അല്ലാഹു നമ്മുടെ എല്ലാം ആഖിബത്ത് നന്നാക്കി തരട്ടെ.
മരണം എല്ലാവർക്കും ഉറപ്പാണ്. ആ മരിക്കുന്ന സമയം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് മാടി വിളിക്കുന്ന അനുയായികളെ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആ നല്ല നിയ്യത്തോടുകൂടി ഒരു 10 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. اللهم صل على محمد يا رب صل عليه وسلم على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم